കല്യാണമായിട്ട് ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. എന്താ സാമ്പത്തിക അവസ്ഥ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഒരു പെരുന്നാൾ തലേന്നാണ് ഇവിടെ കൊണ്ടുവന്നത് വീട്ടിൽ. ഉമ്മപ്പൊക്കെ ഇവിടെ വന്നിട്ടാണ് അറിയണത്. പിന്നെ പോണില്ലേ ചോദിച്ചു. ഉമ്മാനോട് പറഞ്ഞ് നോമ്പാണ് നാളെ പെരുന്നാള്, അപ്പൊ ഞാൻ എല്ലാ ആഴ്ച നിക്കാ കഴിഞ്ഞാലേ ഞങ്ങൾ അതിന് കറങ്ങാൻ പോകും. അന്ന് കറങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്ന് എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു 2 പത്തിരി ഏറെ ചുറ്റോളി ഒരാളും കൂടി. അപ്പൊ ഉമ്മക്ക് ആളെ മനസ്സിലായിട്ടില്ല. പിന്നെ ഉമ്മ ഇവിടെ വന്നപ്പോഴാ പറഞ്ഞേ ഉമ്മ ഉണ്ട് ഇങ്ങനെ പത്തിരി കോയിലൊക്കെ കുടിച്ചു നിൽക്കണം. ആരോടാ അത് എന്തിനാ ഇവിടെ വീട്ടിൽ അന്നൊന്നും നിക്കാഞ്ഞ വീട്ടിൽ കയറ്റാൻ പറ്റൂലല്ലോ. അങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് കയറുന്നത് അല്ലേ. അനിയനൊന്നും അറിഞ്ഞിട്ടും കൂടി ഇല്ല കല്യാണം കഴിഞ്ഞ്. കാരണം ഓന്റെ റൂമാണ് കുറച്ച് വൃത്തിമേനയുള്ളത്. ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി വാതിൽ വിറ്റിട്ട് ഇവൻ രാത്രി 2 മണിക്കൊക്കെ ഫുട്ബോളൊക്കെ കഴിഞ്ഞ് വരിക. അപ്പൊ വീട്ടിലെല്ലാവരും ഉറങ്ങി വെക്കും. ഇവൻ കയറി വന്നാണ്ട് ആരതില് വാതിൽ ചവിട്ടുക. ഞങ്ങൾ ഉറങ്ങൂലല്ലോ, ഫസ്റ്റ് നൈറ്റ് അല്ലേ. അപ്പൊ വന്ന് വാതിൽമ ഇങ്ങനെ ചവിട്ടുക. ഞാൻ പറഞ്ഞു ഒച്ചുണ്ടാക്കല്ലേ അവളോട് സൗണ്ട് ഉണ്ടാക്കി. ഇവനെ ആളെ ഉണ്ട് അറിയില്ലേ. അപ്പൊ ഞാൻ ഒറ്റക്കുള്ളതെല്ലാം അറിയാൻ പാടും. ഞാൻ ഇന്ന് ഇവിടെ ഉറങ്ങണേ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങിക്കാന്നൊക്കെ പറയണോ. ഫുള്ള് ഞാൻ ഗൾഫിൽ പോയി അധ്വാനിച്ച് ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലെ റൂം നല്ലൊരു റൂം എനിക്കില്ല. അതൊരു കല്യാണം കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വളരെ ദയനീയം. ഇവിടെ ഒരു സിംബത്തിന്റെ മ്യൂസിക് കൊടുക്കൊണ്ടിട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യ രാത്രി. പിന്നൊരു തിരിച്ചുപോക്കുണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും ചോദിക്കണ്ടേ, ഇപ്പം നിങ്ങളൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു, ഒരു ലവ് മാരേജ് അല്ല. കല്യാണത്തിന് ശേഷമാണ് പ്രണയം പൂവണിയുന്നത്. സത്യത്തില് ശരിക്കും അനുഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്തുണ്ടെങ്കിലും നമ്മളോട് പറയോ. എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ട്. കാക്കുഞ്ഞിപ്പോ എന്തെന്നെ ചെയ്താലും അതിനോട് വന്ന് പറയുന്നുള്ള ഒരു ധൈര്യം എനിക്ക് അങ്ങനെ മനസ്സിൽ വെക്കാൻ കഴിയൂല, ഒളിപ്പിച്ച് വെക്കാൻ കഴിയൂല. മനസ്സിലായി. എന്ത് ടൈപ്പാണെങ്കിലും പറയും. അത് പറയും. പിന്നെ ഭയങ്കര ഇമോഷണലാണ് ഞാന്. ഭയങ്കര കരച്ചിലും അത് ലോല ഹൃദയനാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതല്ല, ഞങ്ങള് രാത്രി ഇപ്പൊ 2-3 ദിവസം മുന്നോട്ടോ ബിഗ് ബോസ് ഇങ്ങനെ കാണാണ്. അതില് രേണുസുദ്ദീൻ അക്ബർ സെപ്റ്റിക് ടാങ്ക് ആ ഒരു പരാമർശം ചെയ്ത് കാക്കു അത് കണ്ടു ഭയങ്കര കരച്ച്. ഞാൻ എന്തോ കാര്യം പറയാൻ വന്നു, കാക്കുണ്ട് ഭയങ്കര കരയില്. അങ്ങനല്ല, എനിക്ക് എന്താ രേണുസുദ്ദീൻ ഇങ്ങനെ പിന്നെ തനിച്ചു പോയിരുന്നു കണ്ട് ഇങ്ങനെ ആ ഒരു വിഷമം പറയണ്ടേ. രേണുസുദ്ദീൻ ഇങ്ങനെ പറഞ്ഞല്ലേ ഞാൻ ഇല്ലാണ്ടായി, ഞാൻ അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അപ്പൊ ഇവള് എന്നിട്ട് എന്നെ കളിയാക്ക. ഞാൻ അതെല്ലാരോടും പറയും, രേണുസുദ്ദീനെ സെപ്റ്റിക് ടാങ്ക് വിളിച്ചിട്ട് കരഞ്ഞ ആദ്യത്തെ വ്യക്തികളെ. രേണുസുദ്ദീൻ പോലും സങ്കടമുണ്ട്, പക്ഷെ കരഞ്ഞില്ല. കാക്കു ഭയങ്കര കരച്ച്. ഞാൻ എന്തോ ഒരു തമാശ പറയാൻ വേണ്ടി തിരിഞ്ഞപ്പോ കാക്കുണ്ട് കണ്ണിന്നൊക്കെ വെള്ളം വന്നാ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക്. അതായത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് എനിക്ക് എന്താണ് ഇപ്പൊ മിഞ്ഞാന്ന് ബിഗ് ബോസ് കണ്ടപ്പോഴും ഇതേമാതിരി എന്തോന്നുണ്ടായിരുന്നു. ഇത്ര ലോലാണോ കപ്പ് എടുത്തോണ്ടിരുന്നൊക്കെ പറഞ്ഞേ? അതെ, ഞാൻ പറഞ്ഞു എന്റെ എല്ലാം എക്സ്ട്രീം ലെവലായിരിക്കും. കണ്ണീരാണെങ്കിൽ കണ്ണീര് ഏത് ലെവലും പോകുന്നുള്ള അറിയിച്ചു കൊടുത്തതാ. ഏതായിട്ടും ഇറക്കാനുള്ള കഴിവും കപ്പാസിറ്റി ഉണ്ട്, മനസ്സിലായോ? പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് കണ്ണീരും വരും. അതായത് ഒരു നൂറ, ഒരു ജാസ്മിൻ, അതേപോലെ ആരൊക്കെയാണ് ഇവരൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരിക്കും. മുല്ലപ്പൂവും കാന്താരിമുളകും ഒക്കെ മിക്സ് ചെയ്തിട്ട് അരച്ചു കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടൂലേ, അതായിരിക്കും ഞാന്. ഓക്കെ, അതാണ് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. പക്ഷെ മനസ്സിലൊന്നും ഇല്ലാത്ത ആളുകളാണ് ചിലപ്പോൾ ഇത്രയും, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ കുറെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾക്കാണ് ചെറിയൊരു കാര്യം ഹേർട്ട് ചെയ്യണേ. അതെ അതെ അതെ, അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ കുറെ ഇത് കടന്നു വന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്നത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണോ? ചെറുപ്പം മുതൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഇതേപോലെ കൗണ്ടേഴ്സ് ഒക്കെ അടിക്കണ? ചെറുപ്പം മുതൽ തന്നെ ഞാൻ എത്തിക്കാനിൽ പഠിച്ചു വളർന്ന ആളാ. അതായത് നമ്മള് അന്ന് അത്രയും വലിയ ദാരിദ്ര്യം എന്ന് പറഞ്ഞാല് വീട്ടില് ഉമ്മിപ്പിൻ പൊതുവെ അവിടെ ഈ എത്തിങ്ങാനിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികളെ കൊണ്ടുവന്നൊക്കെ ബാപ്പിമ്മയും മരിച്ചാലൊക്കെയാണ് എത്തിയുമായിട്ടുള്ള. പക്ഷെ ഇത് അഗതി മന്ദിരമാണ്, സാമ്പത്തികമായിട്ട് പഠിപ്പിക്കാൻ ഇതിനും കഴിവില്ലാത്ത കുട്ടികളൊക്കെ. അങ്ങനെ ഞാനും എൻ്റെ തൊട്ട് താഴെയുള്ള അനിയത്തിയും എത്തിങ്ങാനിയിലാണ്. അപ്പൊ അന്നൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് അന്നത്തെ യാതനകൾ, അതായത് ഒരു കഷ്ടപ്പാട്. 4 മക്കളാണ്. അപ്പൊ നമുക്ക് ഉണ്ടായ മാതിരിക്കാണ് ഇങ്ങനെ അധികം ഗ്യാപ്പില്ലാതെ 4 മക്കളൊപ്പം ഉണ്ടായത്. അതെ, ചെറിയ ഗ്യാപ്പ്. ബാപ്പാനെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. മൂപ്പർക്ക് നമ്മളെ പിന്നെ അന്നത്തെ
അന്നത്തെ വീടൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഇങ്ങനെ ഒരു എപ്പോഴും പൊളിഞ്ഞാടാനുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് വീട്. അതായത് ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന വീടൊക്കെ എനിക്ക് ഈ ജന്മത്തിൽ ഒരിക്കലും സാധിക്കും എന്ന് കരുതിയ സംഭവമല്ല. പക്ഷെ ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അൽഹംദുലില്ലാ റാഹത്താണ്. 2025 ഈ പെൺകുട്ടി വന്നതിന് ശേഷം, അതായത് നമുക്കുണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നുമല്ലോ, ഈ കുട്ടിയുടെ ആ ഒരു ബർക്കത്തായിരിക്കും, ആ ഒരു നന്മയായിരിക്കും എന്നുള്ളത്. അവളുടെ ഒരു ഇത് അവൾ അറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്കങ്ങനെ ആക്കി എടുക്കുക, അങ്ങനെയൊക്കെയാണെന്ന് വിശ്വസിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആ കുട്ടി ജനിച്ചതിന് ശേഷം നമുക്ക് ഭയങ്കര ഐശ്വര്യങ്ങളാണ്. അങ്ങനെ കൂടുതൽ വിശ്വസിക്കുമ്പോൾ കൂടുതൽ ഐശ്വര്യങ്ങൾ വരട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ വിചാരം കുട്ടികളെന്ന് പറഞ്ഞാൽ മാത്രം ഐശ്വര്യം എന്നാ. വേറെ എന്തൊക്കെ ഐശ്വര്യം ഉണ്ട് ജീവിതത്തിൽ? കുടുങ്ങിയ ഭാര്യമാരായി കൂടെ പറഞ്ഞ ചോദിച്ചിട്ടല്ലേ പറഞ്ഞേ. തീർച്ചയായും ചോദിക്കട്ടെ, ഇതേ ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ക്വാളിറ്റി പറഞ്ഞു. തിരിച്ച് കുഞ്ഞുമോളിനെ ഇഷ്ടപ്പെട്ടൊരു? എനിക്ക് അവളുടെ എല്ലാ കാര്യവും ഇഷ്ടമാണ്. പക്ഷെ ചില നേരത്തുണ്ടല്ലോ വെറുപ്പിക്കണ സ്വഭാവമാണ്. സത്യം പറയല്ലേ, ഞാനോളൊന്ന് അടി കൂടേണ്ട വെക്കത് ഇന്നല്ല ഈ ഒരാഴ്ചയിൽ തന്നെ 2-3 വട്ടം ഭയങ്കര ഇറിറ്റേഷൻ സ്വഭാവം. കാരണം എനിക്ക് പറഞ്ഞാല് ഞാൻ ഇവിടുത്തെ ഒരു പണി എടുക്കലില്ല എന്നാണ് അവളെ കംപ്ലൈന്റ്. ഞാനിത് എനിക്ക് ക്യാമറ എടുക്കണം, ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പിന്നെ ഒരു ലോഡ് പ്രൊമോഷൻ പെൻഡിങ് ആകുമ്പോൾ നമുക്കൊരു തലവേദന വരാൻ. ഇപ്പൊ അവിടെ കിടക്കുന്ന ആ പ്രൊഡക്റ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ആണ്. ഇവരൊക്കെ ഇങ്ങനെ പ്രഷർ ചെയ്യും നമ്മളെ. അപ്പൊ ഇങ്ങനെ ഞാൻ അത് ഇത് ഇറങ്ങാണ് ഇങ്ങനെ പോകുമ്പോഴേക്കാരും ഇവള് ആ കുട്ടി മൂത്രയിച്ചിരിക്കുന്നു, അവൻ തുടച്ചാന്, അല്ലെ ആ പാമ്പേഴ്സ് ഒന്ന് മാറ്റി കൊടുത്താൽ എല്ലാം ഇവക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില വോയിസ് ഓവറൊക്കെ ഉണ്ട്. അതൊന്ന് കൊടുക്കാറിഞ്ഞാല് ഇന്ന് വേണ്ട, നാളെ നമുക്കൊരു കൊഞ്ചലാണ്. ഇങ്ങനെ മയക്കും. ഞാൻ അപ്പുറത്തുനിന്ന് ഫുൾ ഫിറ്റിങ് ഇട്ടിട്ടേ കാരണം ഓക്കെ ഹിന്ദിയിലൊക്കെ, എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയില്ല. എന്നിട്ട് ഇവരോട് യെസ് സർ, ഓക്കെ സർ, മാം ഉദർ ജൽദി അർജന്റ് ആയേഗ എന്നൊക്കെ പറയാണ്ട് കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്തിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കില്ല. യെസ് സർ, ഉദർ സർ എന്നൊക്കെ പറഞ്ഞിട്ട് मैं नहीं सर എന്നൊക്കെ പറയും, मैं मर गया എന്നൊക്കെ പറയും. എന്നിട്ട് ഇവിടെ അടുത്ത് വരുമ്പോൾ നാളെ ചെയ്യേ, അതെ അതൊക്കെ പോവും. നാളെ ചെയ്യാറിയുമ്പോഴത്തേന് എൻ്റെ മൈൻഡ് ആ ഒരു എനർജി ഇതൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, അത് കൊളാവും. എന്നിട്ട് പിറ്റേന്ന് ഞാൻ അതേപോലെ ചീത്തുള്ളൂ. അപ്പൊ നമുക്ക് വരുന്നൊരു പ്രഷറുണ്ട്. ഇവക്ക് എന്നും പരാതി, അതായത് ഇവക്ക് ഞാൻ എന്നും പരാതികൾ. അതിന്റെ പരാതികളൊക്കെ പറഞ്ഞോ എന്തെങ്കിലും പരാതി ഉണ്ടോ? എനിക്കിപ്പോ വേറൊരു പെണ്ണായാലും ഞാൻ ഈ ഒരു ലെവൽക്ക് ആക്കിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. പക്ഷെ ഇവൾക്ക് ഒരു ഒരാണ് കെട്ടിയ വന്നു കഴിഞ്ഞാല് ഇന്നെ പോലെ ആകാൻ കഴിയൂല. തോന്നുന്നുണ്ടോ? നിഷേധിക്കുന്നോ? ഷോക്ക് ഇന്നെ പോലെ ആവണ്ടല്ലോ. ഇന്നെ പോലെ ആവണേ പിന്നെ എന്തിനാ ഇന്നെ ഒഴിവാക്കി പോണത് എന്തിനാ? പക്ഷെ ഇപ്പൊ ഈ പറയുന്ന നമ്മളൊരു യൂട്യൂബ് എന്നതൊരു നമ്മുടെ ഒരു ഇപ്പൊ നമ്മൾ മറ്റു ജോലിയെ പോലത്തെ ഒരു ജോലിയായിട്ട് കാണുകയാണല്ലോ. ഇപ്പൊ വേറെ ജോലി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഒത്തിരി പ്രൊമോഷൻ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. വീഡിയോയിൽ കുറച്ച് വീഡിയോ എടുത്തത് അപ്ലോഡ് ചെയ്താൽ നമുക്ക് നമ്മൾ യൂട്യൂബർ ആയി റവന്യൂ കിട്ടി എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ഇതൊരു ജോലിയായിട്ട് പോലും കാണാത്തവരുണ്ട്. പ്രൊഫഷണലി ഇതൊരു ജോലിയായിട്ട് എടുക്കാം, അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്ത ഒരാളാണ് മറ്റു ജോലികൾ ചെയ്തിട്ടുണ്ടാകും, ഇതൊരു പ്രൊഫഷണലി ജോലി എടുക്കാന്നൊരു തീരുമാനം വന്നത് റവന്യൂ കാരണം കൊണ്ട് തന്നെയാണോ? അതെ മെയിനായിട്ട് പൈസ തന്നെയാണ്. അതിപ്പോൾ ഞാൻ നന്മമരായിട്ട് എനിക്ക് ഈ പൈസ വേണ്ട, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ റവന്യൂ തന്നെയാണ് ഇന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതായത് ഫിനാൻഷ്യലി ഞാൻ അത്രയും ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഓൾറെഡി ബ്യൂട്ടി പാർലർ ഉണ്ട്, അതിൽ നിന്നാണ് തുടങ്ങിയത്. പക്ഷേ ഇന്നെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് അല്ലേ. യൂട്യൂബിൻ്റെ റവന്യൂ, അതായത് വെറും ഒരു യൂട്യൂബ് മാത്രം ഇന്നെ ടേൺ ചെയ്യൂല. ഞാൻ ആ റവന്യൂ കണ്ട് പൈസ കണ്ട് കൂടിയതാ. നമുക്ക് ഫസ്റ്റ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എമൗണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ആ സമയത്തൊക്കെ അല്ലേ ഈ വീടൊക്കെ വെച്ചതൊക്കെ ഫുള്ള് പ്രൊമോഷൻ ബേസ്ഡാണ്. നമ്മൾ സ്ട്രക്ചർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് യൂട്യൂബ് കൊണ്ട് വീട് വെച്ച ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും അല്ലേ. അതായത് ഫുള്ള് പ്രൊമോഷൻ ആയിരുന്നു. എനിക്ക് സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ഫുള്ള് ഓരോരോ കമ്പനികൾ വന്നിട്ട് അവരുടെ സ്പോൺസർഷിപ്പിലാണ് ഞാൻ വീട് മൊത്തം വെച്ചിട്ടുള്ളത്. കുറഞ്ഞ പൈസ നമുക്ക് സ്ട്രക്ചറിന് ശേഷമായിട്ടുള്ളൂ. ഇത് തേപ്പല്ല, അത് ജിപ്സം പ്ലാസ്റ്ററിങ് ആണ്. ഫ്ലോറിങ് ആയാലും കുറേ സംഭവങ്ങൾ, ഈ ഇരിക്കുന്ന സോഫ മുതൽ ആ കിടക്കുന്ന ബെഡ് വരെ എല്ലാം പ്രൊമോഷൻ ആയിരുന്നു. പക്ഷെ അത് പറയാനും ചിലര് ചില ആളുകൾക്ക് സ്വയം പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് പറയും. നമുക്ക് അങ്ങനെ ഒരു ഇല്ലാത്ത പൈസ അങ്ങനെ ഒരു സംഭവം അഭിമാനം എനിക്ക് ആവശ്യമില്ല. ദുരഭിമാനമല്ല ആളൊന്നുമല്ല.
ഉള്ള കാര്യം എവിടെയും പറയും. അതാണ് നമ്മളൊരു സ്റ്റൈല്.